ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ വിധം നമ്മുടെ രാജ്യം വളർച്ച നേടിയിട്ടുണ്ടോ? നിലവിലുള്ള റെയിൽവേ പദ്ധതികൾ നടപ്പാക്കുകയും വികസിപ്പിക്കുകയുമാണ് അഭികാമ്യം. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതുകൊണ്ടാ. അതിവേഗ റെയിൽ പദ്ധതികൾ നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ അഭികാമ്യമാണോ? ഇപ്പോൾ സർവീസ് നടത്തുന്ന തീവണ്ടികളുടെ വേഗതയും സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. പാത ഇരട്ടിപ്പിക്കലും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും വേഗത്തിലാക്കുകയാണ് വേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവല്ല. ഇത് കേരളത്തിന്റെ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അത് ശരി പാർലമെന്റിൽ 2014 നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചിരിക്കുന്നത്. അതിവേഗ റെയിൽ പദ്ധതിയെ പറ്റിയിട്ട് അത് വെള്ളാനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ തന്നെ പാർട്ടിയുടെ മുഖമാസികയായ പീപ്പിൾസ് ഡെമോക്രസിയാണ്. ഇനി എനിക്ക് അറിയേണ്ടത് ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം ഏത് CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കണം. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അദ്ദേഹം സീതാറാം യെച്ചൂരി നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട് ബട്ട് ഗവൺമെന്റ്സ് പ്രയോറിറ്റി ഈസ് ഫാൻസി ബുള്ളറ്റ് ട്രെയിൻസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലൈഫ്സ് ഓഫ് മില്യൻസ് ഹു കമ്മ്യൂട്ട് ഇൻ ഓർഡിനറി ട്രെയിൻസ് ഫോർ ദെയർ ലിവ്ലിഹുഡ്. അതിവേഗ റെയിൽപാതകളെ നഖശികാന്തം എതിർക്കുകയും 2018 ഒക്ടോബർ മാസം രാജ്യത്ത് എതിർക്കപ്പെടേണ്ട 10 പദ്ധതികളിൽ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ CPM കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണല്ലോ പ്രകാശ് മാസ്റ്റർ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എതിർക്കുന്നു, അത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു വികസനത്തെയും എതിർക്കുന്ന, രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം എതിർക്കുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിന്റെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നെടുമ്പാശ്ശേരി വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ നായകനായിരുന്നു. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. കേരളത്തിന്റെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി E. P. ജയരാജൻ കണ്ണൂർ വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ നായകനായിരുന്നു. ഇനിയും ഞങ്ങൾക്ക് ഇതിനകത്ത് അസൂയ തോന്നേണ്ടുന്ന കാര്യമില്ല. 2012 ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന പദ്ധതിയാണിത്. അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോൾ ഇത് കേരളത്തിന് അശാസ്ത്രീയമാണ്, അപ്രായോഗികമാണ് എന്ന് കണ്ടതിനാൽ ആ പദ്ധതി അവസാനിപ്പിച്ച പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെയും എതിർക്കുന്നത്. ഇനിയും ഞങ്ങൾ എല്ലാം പോട്ടെ, എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്താ? എക്സ്പ്രസ് ഹൈവേ കേരളത്തെ രണ്ടായി കീറി മുറിക്കുന്നു. ഗോപാലൻ ചേട്ടന്റെ ഇപ്പുറത്തുള്ള പശുവും റോഡിന് അപ്പുറത്ത് നിൽക്കുന്ന ഗോപാലൻ ചേട്ടൻ തമ്മിലുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടുമെന്നാണ് ഇവർ അന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ, ഗോപാലൻ ചേട്ടന്റെ പശുവിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുവാൻ വേണ്ടി വിറ്റതാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ എംബാങ്ക്മെന്റുകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ രണ്ടാക്കുവാൻ പോവുകയാണ്. ഇതിനകത്ത് എന്തിനാണ് ഇവർക്ക് ധൃതി? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇതിനകത്ത് ഇവർ പറയുന്നു 2016 കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിന്റെ നാൾവഴികളെ പറ്റിയൊക്കെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞു. ഇന്നത്തെ ദിവസം പോലും CPIയുടെ സംസ്ഥാന കൗൺസിലിനകത്ത് ഇതിനെതിരായിട്ട് രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. അപ്പോൾ CPI കൺവിൻസ്ഡ് അല്ല. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഈ മെട്രോ പദ്ധതികൾ അടക്കമുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന E. ശ്രീധരൻ ഈ പദ്ധതി എതിർക്കുന്നു. വേണ്ട, ഇതെല്ലാ തവണത്തെയും പോലെയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. എന്തിനേറെ പറയുന്നു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് CPM-നോട് ആഭിമുഖ്യമുള്ള സംഘടനയാണല്ലോ, അവർ ഇതിനെ എതിർക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളും കള്ളക്കളികളുമാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ലാത്തിയുടെ ചൂടറിഞ്ഞാൽ ഇവൻ പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തുനിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോല് കാണിച്ചതിനെ ഭയപ്പെടുത്താൻ നോക്കണം. ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പദ്ധതിയെ പറ്റി ആഴത്തിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ പദ്ധതിക്ക് അനുകൂലമാണ് എന്ന അർത്ഥമില്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ആ പ്രതീക്ഷയും? പക്ഷേ UDF സംഘം ഇതിനെപ്പറ്റി കേരള സംസ്ഥാന സർക്കാർ പഠിച്ചതിനേക്കാൾ ഈ വിഷയത്തിൽ ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ളത് UDF ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. സർക്കാർ പറയുന്ന ഒന്നൊന്നായിട്ടുള്ള കള്ളത്തരങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സർക്കാർ പറയുന്നു എണ്ണത്തിനകത്ത് പ്രശ്നമുണ്ട്. പ്രതിദിനം 37 ട്രെയിൻ അങ്ങോട്ടും 37 ട്രെയിൻ ഇങ്ങോട്ടും 70,000 യാത്രക്കാർ അങ്ങനെ പ്രതിദിനം യാത്ര ചെയ്യുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്നെ സംശയിക്കരുത്. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തിരക്കുള്ള അഹമ്മദാബാദ് മുംബൈ പാത, ആ പാതയിലൂടെ പോലും പ്രതിദിനം 40,000 ആളുകൾ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പൊ ആ കണക്ക് തെറ്റാണല്ലോ. കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? പിന്നെ സർക്കാർ പറയുന്നത്
സർക്കാർ പറയുന്നു 63,941 കോടി രൂപ മാത്രമേ ചെലവാവുകയുള്ളൂ. എന്നാൽ നീതി ആയോഗിന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് 1,26,081 കോടി രൂപ ചിലവ് വരും. നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലവിലെ കടമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലെ CAG റിപ്പോർട്ട് പ്രകാരം 2,74,136 കോടി രൂപയാണ്. അതിലേക്ക് 1 ലക്ഷം കോടി രൂപ കൂടി വരുമ്പോഴത്തേക്കിന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ 1.25 ലക്ഷത്തോളം രൂപ പ്രതിശീർഷ കടമുണ്ടാകുന്ന വ്യവസ്ഥയിലേക്ക് കേരളം പോകും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഇനി കേരളത്തിനകത്ത് നിലവിലെ ഈ സാമ്പത്തിക ചെലവൊന്നുമില്ല. കേരളത്തിനകത്ത് നിലവിലെ റെയിൽവേ ട്രാക്കുകൾ ഉണ്ടല്ലോ, ആ റെയിൽവേ ട്രാക്കുകളുടെ പാത ഇരട്ടിപ്പിക്കുകയും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്താൽ തന്നെ അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. അതുപോലെ തന്നെ കർവുകൾ നൂത്തെടുത്തു കഴിഞ്ഞാൽ തന്നെ 160 കിലോമീറ്ററോളം വേഗത്തിൽ കേരളത്തിൽ തന്നെ ട്രെയിൻ ഓടിക്കാൻ കഴിയും നിലവിലുള്ള ട്രാക്കുകളിലൂടെ. അതിനാകെ 16,000 കോടി രൂപയെ ചെലവാകുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതി? ഇനി ഇതിനകത്തെ സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റി പിണറായി വിജയൻ പറഞ്ഞത് ഒരാളെ പോലും കുടിയൊഴിപ്പിക്കുകയില്ല എന്നാണ്. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന പഠനങ്ങൾ പ്രകാരം 15,000-ഓളം ആളുകളെ കുടിയൊഴിപ്പിക്കുമെന്ന് പ്രത്യക്ഷാൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ആളുകൾ 11 മണിക്ക് ശേഷം ഉറങ്ങിയതിന് ശേഷം വന്നിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് കുറ്റിയടിക്കുകയും കല്ലിടുകയും ചെയ്യുക. അപ്പോഴാണ് അവരുടെ വസ്തു നഷ്ടപ്പെടുവാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്, അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. ഇനിയും ഈ പഠനത്തിൽ പറയുന്നതിനപ്പുറം ഈ 200 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഉണ്ടാക്കുന്ന കേരളം പോലെ അതിസെൻസിറ്റീവായ ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ ഉള്ള ഒരു സ്റ്റേറ്റിനകത്ത് 500 മീറ്ററിലധികം പ്രദേശത്ത് ഇതിന്റെ പ്രകമ്പനം ഉണ്ടാക്കും. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അതുകൊണ്ടുണ്ടാകുന്ന കുടിയൊഴിപ്പിക്കലുകൾ ഇതിനേക്കാൾ വളരെ വലുതാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞു ഇതിനെപ്പറ്റി സാമൂഹ്യാഘാത പഠനം നടത്തി. എന്ത് സാമൂഹ്യാഘാത പഠനമാണ് നടത്തിയത്? 3 മാസം കൊണ്ട് മാത്രം നടത്തിയ CD എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം പോലും ഇല്ലാത്ത ഒരു ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു തട്ടിക്കൂട്ട് സാമൂഹ്യാഘാത പഠനത്തിനപ്പുറം എന്ത് സാമൂഹ്യാഘാത പഠനമാണ് നടത്തിയത്? അതിന് തന്നാരും വിളിച്ചില്ല. നിങ്ങൾ 5 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പറയുന്നു. 376 മേൽപ്പാലങ്ങളും 476 അടിപ്പാതകളുമാണ് ഈ പദ്ധതിക്ക് വേണ്ടത്. രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്റെ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി മേൽപ്പാലമുണ്ട്. കോഴഞ്ചേരിയിലെ പാലമുണ്ട്. കോഴഞ്ചേരിയിലെ പാലം 3 വർഷം കൊണ്ട് പണി നടക്കുക. വെറും 210 മീറ്റർ മാത്രം അതിന്റെ വിസ്തീർണം നീളമെന്ന് പറയുന്നത്. 19 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ആ പദ്ധതി 3 കൊല്ലം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്ത ആളുകളാണ്. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ 376 മേൽപ്പാലങ്ങളും 476 അടിപ്പാതകളും 5 വർഷം കൊണ്ട് നിർമ്മിക്കുമെന്ന് പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.